നമസ്കാരം. ദിവസവും കോടിക്കണക്കിന് ആളുകളെയും ടൺ കണക്കിന് ചരക്കുകളും രാജ്യത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് എത്തിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. എന്നാൽ ഇത്രയും വലിയ ഭീമാകാരമായ ഒരു സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആരാണ് ഇതിന്റെ എല്ലാം തലപ്പത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. കണ്ടില്ലേ, രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒരു ഞരമ്പ് പോലെ പടർന്നു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണിത്. അപ്പോൾ ഇതിന്റെ വലിപ്പവും ഇതിന്റെ സങ്കീർണതയും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ശരിക്കും ആരാണ് ഈ ഭീമൻ സിസ്റ്റത്തിന്റെ തലപ്പത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ദിവസവും ആയിരക്കണക്കിന് ട്രെയിനുകൾ ഓടണമെങ്കിൽ അതിനുവേണ്ട തീരുമാനങ്ങളൊക്കെ ആരാണ് എടുക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: റെയിൽവേ ബോർഡ്. രാജ്യത്തിന്റെ ജീവനാഡിയായ റെയിൽവേയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതും നിയന്ത്രിക്കുന്നതും ഈയൊരു ബോഡിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, റെയിൽവേ മന്ത്രിയെ അദ്ദേഹത്തിന്റെ ജോലികളിൽ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് ഈ റെയിൽവേ ബോർഡ്. അതായത് പോളിസികൾ ഉണ്ടാക്കുന്നതും അത് നടപ്പിലാക്കുന്നതുമെല്ലാം പൂർണ്ണമായും ഈ ബോർഡിന്റെ കൺട്രോളിലാണ്. ഇന്ത്യൻ റെയിൽവേയെ നമ്മളൊരു വലിയ മനുഷ്യ ശരീരമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ റെയിൽവേ ബോർഡ് അതിന്റെ തലച്ചോറാണ് എന്ന് പറയാം, അല്ലേ? എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ദൈനംദിന കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതുമെല്ലാം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ശരി, അപ്പോൾ ഈ തലച്ചോറിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആരാണ് ഈ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ? അവരുടെ റോളുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. റെയിൽവേ ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നത് ഒരു ചെയർമാൻ ആൻഡ് സിഇഒ ആണ്. പിന്നെ അദ്ദേഹത്തോടൊപ്പം 4 പ്രധാന മെമ്പർമാരുമുണ്ട്. ഈ 5 പേരാണ് കോർ ടീം. ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻസ്, അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ഏരിയയും ഇവരിൽ ഓരോരുത്തരുടെ കയ്യിലാണ്. ആദ്യത്തെ ആൾ മെമ്പർ ഇൻഫ്രാസ്ട്രക്ചർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം, അല്ലേ? റെയിൽവേയുടെ ഫിസിക്കൽ നെറ്റ്വർക്ക്, അതായത് ട്രാക്കുകൾ, സ്റ്റേഷനുകൾ, പാലങ്ങൾ, ഇതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ മെമ്പർക്കാണ്. അടുത്തത് മെമ്പർ ട്രാക്ഷൻ ആൻഡ് റോളിംഗ് സ്റ്റോക്ക്. സിംപിളായി പറഞ്ഞാൽ ട്രെയിനുകളുടെ കാര്യം നോക്കുന്ന ആളാണ്. അതായത് നമ്മുടെ എഞ്ചിനുകൾ, കോച്ചുകൾ, ഗുഡ്സ് വാഗണുകൾ ഇവയെല്ലാം ഡിസൈൻ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതുമെല്ലാം ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ്. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് മെമ്പർ ഓപ്പറേഷൻസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ്. ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടിക്കുക, അതേപോലെ റെയിൽവേക്ക് വരുമാനമുണ്ടാക്കുക, ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഈ മെമ്പറാണ്. ഒരു പുതിയ വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങുന്നു എന്ന് വെക്കുക. അതിന്റെ റൂട്ട് ഏതാണ്, സമയം എപ്പോഴാണ്, ടിക്കറ്റിന് എത്ര രൂപയാകും, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സിസ്റ്റം ഓടണമെങ്കിൽ പണം വേണ്ടേ? തീർച്ചയായും വേണം. ആ കാര്യങ്ങൾ നോക്കാനാണ് മെമ്പർ ഫിനാൻസ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭീമൻ ബജറ്റ് കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പണം എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, പുതിയ പ്രൊജക്റ്റുകൾക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്താം, ഇതിൻ്റെയൊക്കെ കണക്കുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഈ പ്രധാന മെമ്പർമാർ മാത്രമല്ല, ചില പ്രത്യേക ഏരിയകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടുത്ത ലെവൽ ലീഡർഷിപ്പ് കൂടിയുണ്ട്. അവരെയാണ് നമ്മൾ ഡയറക്ടർ ജനറൽമാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഏരിയകൾ എന്നല്ലേ നമുക്ക് നോക്കാം. റെയിൽവേയിലെ ലക്ഷക്കണക്കിന് വരുന്ന ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ ഒരു DG ഹെൽത്ത് സർവീസസ് ഉണ്ട്. പിന്നെ നമ്മുടെയെല്ലാം സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് RPF, അതിനൊരു DG ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയ സ്റ്റാഫിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു DG ഹ്യൂമൻ റിസോഴ്സസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സേഫ്റ്റി, അതിനും ഒരു പ്രത്യേക DG ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മളൊക്കെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനും റെയിൽവേയിലെ ജീവനക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടുന്നതിനുമൊക്കെ പിന്നിൽ ഈ വിദഗ്ധരുടെ ഒരു ടീം തന്നെയുണ്ട്. ഇത് ബോർഡിന്റെ പ്രവർത്തനത്തിന് ഒരു സ്പെഷ്യലിസ്റ്റ് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയാം. ശരി, അപ്പോൾ റെയിൽവേ ബോർഡിന്റെ ഈ ഒരു ഘടനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ എന്തിനാണ് ഇങ്ങനൊരു സ്ട്രക്ചർ? എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? നമുക്ക് നോക്കാം. ഇങ്ങനൊരു വ്യക്തമായ സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സിസ്റ്റം ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു പുതിയ ട്രെയിൻ സർവീസ് തുടങ്ങണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം മെമ്പർ ഇൻഫ്രാസ്ട്രക്ചർ, ആ റൂട്ടിലെ ട്രാക്കുകളൊക്കെ റെഡിയാണോയെന്ന് നോക്കും. അതേസമയം മെമ്പർ റോളിംഗ് സ്റ്റോക്ക്, അതിനുവേണ്ട പുതിയ കോച്ചുകൾ എത്തിക്കും. മെമ്പർ ഓപ്പറേഷൻസ്, അതിൻ്റെ ടൈം ടേബിൾ ഫിക്സ് ചെയ്യും. ഇതിനെല്ലാം വേണ്ട പണം മെമ്പർ ഫിനാൻസ് റെഡിയാക്കും. കണ്ടില്ലേ, ഈ ഒരു കോർഡിനേഷനാണ് റെയിൽവേയെ ചലിപ്പിക്കുന്നത്. അതായത് ചെയർമാൻ മുതൽ താഴെ ഡയറക്ടർ ജനറൽമാർ വരെ ഓരോ റോളും ഓരോ തൂണുകൾ പോലെയാണ്. ഈ തൂണുകളെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ഇന്ത്യൻ റെയിൽവേ എന്ന ഈ വലിയ സിസ്റ്റത്തിനെ താങ്ങി നിർത്തുന്നത്. ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ശക്തമായൊരു അടിത്തറയും ഘടനയുമൊക്കെ റെയിൽവേക്കുണ്ട്.
പക്ഷെ കാലം മാറുകയാണ്. ടെക്നോളജി മാറുന്നു, നമ്മുടെയൊക്കെ യാത്രാരീതികളും മാറുന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ, ഭാവിയുടെ വെല്ലുവിളികൾ നേരിടാൻ റെയിൽവേയുടെ ഈ ഭരണ സംവിധാനത്തിന് എത്രത്തോളം കഴിയും? അതൊരു വലിയ ചോദ്യമാണല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് ഇനിയും ചിന്തിക്കാം. നന്ദി.